അവിടെ എവിടെ തിരിഞ്ഞാലും കാരണവന്മാരും. ഊണ് കഴിഞ്ഞാൽ സ്വൈരമായി ഒരു സിഗരറ്റ് വലിക്കാൻ കഴിയണ്ടേ? ഇങ്ങോട്ട് തന്നേക്ക്. മാളമ്മയുടെ ദേഹണം നന്നായിരുന്നു. പാൽപ്പായസം ബെസ്റ്റ്. സിഗരറ്റ് വേണ്ട. എനിക്കൊന്ന് പുറത്തു പോകണം, ഒരാളെ കാണാം. പൊയ്ക്കോ. ഞങ്ങൾ ഇത്തിരി സ്വൈരമായിരുന്നു സ്വറ പറയാനാണ് ഇങ്ങോട്ട് വന്നത്. രാജ ഉണ്ടോളൂ. വേണ്ട, ഞാൻ കഴിച്ചു. എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, കഴിച്ചിട്ട് പോകും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് വയ്യ രാജ. സഹിക്കാം 2 ദിവസം കൂടി. ഞാൻ തനിക്ക് കുറച്ച് നാരങ്ങാനീര് കിട്ടുമോ നോക്കട്ടെ. പോവില്ല. എന്താ കുഴപ്പത്? ദേവിക്കുട്ടിയുടെ കാശിമാല കുളക്കടവിൽ മറന്നു വെച്ചു, കാണാനില്ല. ആ വഴിക്ക് പിന്നെ ഇവനെ പോയിട്ടുള്ളൂ. ഇവനെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. കുറുപ്പേ, അവൻ കക്കില്ല. മാളുവിന്റെ മകൻ ഈ മുറ്റത്ത് കളിച്ചു പറഞ്ഞ കുട്ടിയല്ലേ? വല്യമ്മ വയ്ക്കോളൂ, ഇവിടെ ആണുങ്ങൾ നോക്കിക്കോളൂ. മതി കുറുപ്പേ, ഇവിടെ വെച്ച് ഭേദം ചെയ്യലും തെളിയിക്കലൊന്നും വേണ്ട. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. എന്താ ഒരു ആലോചന? എന്റെ കൂടെ പഠിച്ചൊരുത്താൻ 10ാം ക്ലാസ് 3 തവണ തോറ്റു. തനി മണ്ടൻ. നാട് വിട്ട് 3 മാസം കഴിഞ്ഞപ്പോ മുതൽ 5000, 10,000 ഒക്കെ ഡ്രാഫ്റ്റ് വരാ. കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോ 1.5 ഏക്കർ തെങ്ങുംതോപ്പ് വാങ്ങി. ഞാൻ കോളേജ് ടീമിൽ കളിച്ചിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എനിക്ക് പണം തന്നത്. അവൾ ക്രിസ്ത്യനാണ്. 1 കൊല്ലം കഴിഞ്ഞ് ഞാൻ വന്നാൽ ഞങ്ങൾ ഉടനെ രജിസ്റ്റർ മാരേജ് ചെയ്യും. അവൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അവൾ യൂണിവേഴ്സിറ്റിക്ക് ബാസ്കറ്റ്ബോൾ കളിച്ചിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ആർക്കാ എന്തെങ്കിലുമൊക്കെ മോഹങ്ങൾ മനസ്സിലില്ലാത്തത്? ഒന്നും ശരിയായില്ലേ? ശ്രമിക്കുന്നു. എന്തെങ്കിലും ശരിയാവും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. വരിൻ 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 പകയരെ, വേഗം വേഗം വരിൻ പകയരെ. വരിൻ വരിൻ ചാടിക്കോ ചാടിക്കോ. വരിൻ വരിൻ വേഗം വരിൻ പകയരെ, വരിൻ. ചാടിക്കോ, നോക്കി നിൽക്കാതെ. ചാടിക്കോ ചാടിക്കോ. വരിൻ. തള്ളല്ലേ?
മാഫി 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 ദുബായ് ഷാർജ 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 ദുബായ് नहीं या अल्लाह या अल्लाह ഇതാണ് സംഗതികളുടെ കിടപ്പ്. ഇപ്പൊ മനസ്സിലായ നാട്ടിലുള്ളവരുടെ വിചാരം ഇങ്ങോട്ട് കടന്നാ പൊന്ന് വരാമെന്നാണ്. അടുത്ത വെള്ളിയാഴ്ച വരെ നിൽക്കും. അപ്പോഴത്തേക്ക് എന്തെങ്കിലും ബൈ കാണും. ഞാൻ വരും. വരുമ്പോഴത്തേക്കും വിളിച്ച് ഉദ്യോഗം തരുന്ന കാലമൊക്കെ പോയി. ഇന്ന കുറച്ച് പൈസ വെച്ചോളൂ. ഇപ്പൊ വേണ്ട മമ്മൂക്ക, വേണ്ട. മടിക്കണ്ടട്ടാ. ഇപ്പൊ ഒന്നും വേണ്ട. ഇൻഷാ അല്ലാ അടുത്ത വെള്ളിയാഴ്ച കാണാം. ഞമ്മള് പോട്ടെ. ബാ രാജ. രാജ. ഓ അല്ലാ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? പാഹന്മാരാരും വന്നിട്ടില്ല. ചിലവര് സിനിമക്ക് പോവും, ചിലവര് മിനുങ്ങാൻ. ഒഴിവ് കിട്ടിയ മുഴുവൻ സമയവും ഉറങ്ങിക്കൊണ്ടുള്ള ആഘോഷമാണ് കുട്ടനായർക്കുള്ളത്. എത്ര ആളുണ്ട് ഇവിടെ? ഇപ്പൊ രാജനടക്കി 6-7 പേർക്ക് ഇവിടെ ഇതുപോലൊരു മുറി കിട്ടുക വെച്ചാ സ്വർഗമല്ലേ? ആ മമ്മൂക്കാടെ ആള് വന്നുവല്ലേ? വന്ന് ഒന്ന് എണീക്കുന്നു. പുതുതായിട്ട് ഒരാള് വന്നപ്പോഴാണ് നിങ്ങളുടെ ഒരു ഉറക്കം. ലോഞ്ചിൽ എത്ര ആള് വന്നു? 21 ആള്. സൈറ്റിലെ ട്രെയിനിങ് കിട്ടിയല്ലേ? ശരിയായ ദുബായിക്കാരനാവണമെങ്കിൽ ഈ പടികളൊക്കെ ചവിട്ടണം. നാട്ടില് സംഗതി വല്ലതും അറിയോ? സൂട്ട്, റേബോൺ കൂളിംഗ് ഗ്ലാസ്, ഫോറിൻ സിഗരറ്റ്, പ്ലെയിൻ ഇറങ്ങി വരുന്ന വരവ് കാണണ്ടേ? നാട്ടിൽ ജോലിയില്ലാത്ത പിള്ളേര് കാണുന്നത് ഇതല്ലേ? കയ്യിലൊരു നാഷണൽ പാനസോണിക്, അത് മമ്മൂക്ക വിട്ടുപോയി. ആ ജോലി ചെയ്താൽ കാശ് കിട്ടും, അത് നേരാ. ചോര നീരാക്കാൻ ഒരുക്കമുള്ളവർക്ക് ഇവിടെ രക്ഷയുള്ളൂ. വരുമ്പോഴേക്കും 4000-ഉം 5000-ഉം തന്ന് ജോലി തരാൻ അറബികൾ പിടിയും വലിയും നടത്തും. ഇതൊക്കെയായിരിക്കും നാട്ടിൽ ഇപ്പോഴും കഥ അല്ലേ? ഇവിടെയും സ്ഥിതി മാറിയെന്നറിയാഞ്ഞിട്ടല്ല. എന്തെങ്കിലും തരികളെ ഒപ്പിച്ചിട്ടുണ്ടാവും. മമ്മൂക്കയല്ലേ ആള്? ആകെ കുഴപ്പത്തിലാണ് എന്റെ കുട്ടനായരെ. ഗുരുവായൂർക്കാരൻ പണിക്കര് വഴി 5-8 പേരെ ഓരോ സ്ഥാനത്ത് കയറ്റി. ഇനി അങ്ങോട്ട് അടുത്തുകൂടാ. മേനോൻ വഴി 3-4 പേർക്ക് ജോലി കൊടുത്തു. ഇനി ആ വഴി കടക്കാൻ പാടില്ലെന്നാണ് കണ്ടീഷൻ. കണ്ടാ കുറച്ചാണ്. ഇതൊക്കെയാണെങ്കിലും ആള് ശുദ്ധനാണ് കേട്ടോ. ഇവിടെ കുറെയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പോഴിവിടെ വലിയ സ്ഥാനത്ത് ഇരിക്കുന്ന പലരുടെയും ക്വാളിഫിക്കേഷൻ എന്താ? തലയിലേക്കാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. പടച്ചോണ വേണ്ടോടത്ത് ഒപ്പിട്ട അവൻ കരപറ്റും. ഇത്തവണ നമ്മൾ വേറൊരാളെ നോക്കി വെച്ചിട്ടുണ്ട്. രാജന്റെ തലയിലേക്കിന്റെ ബലം പോലെ ഇരിക്കും ബാക്കി കാര്യം. വർഗീസേ, ഇതാണ് ഞാൻ പറഞ്ഞ രാജൻ. വർഗീസ് ഒരു ജപ്പാൻ കമ്പനിയിലാണ് ജോലി. ഇത് കേട്ടാ തോന്നും വലിയ ആളാണെന്ന്. തെറ്റിദ്ധരിക്കണ്ട, ജോലി ഡ്രൈവർ. ഇവിടെ ഡ്രൈവറായി ജോലി കിട്ടുന്ന പരമഭാഗ്യം. ഞാൻ 3 തവണ ടെസ്റ്റ് കൊടുത്തതാ. ബാപ്പുട്ടി തലശ്ശേരിക്കാരനാണ്. ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി. അവിടെയുള്ള 4 പേരും തലശ്ശേരിക്കാരാണ്. അപ്പം നിങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? ഞമ്മക്ക് ഉള്ളത് കൊണ്ടൊക്കെ ഇവിടെ കയ്യാന്ന്. ഇന്ന് മുതൽ രാജന്റെ ചാർജ് കുട്ടനായർക്കാണ്.
പിന്നെ രാജന് അത്യാവശ്യം വല്ലതും വാങ്ങിക്കാനുണ്ടാ? വല്ല ബ്രസ്സാ, പേസ്റ്റാ, ബനിയനാ? ഇപ്പോഴൊന്നും വേണ്ട മമ്മുക്ക. ശരി, വല്ലം വെച്ചുണ്ടാക്ക പഹേരെ, ഞമ്മള് വൈകിട്ടേ വരുവുള്ളൂ. ഒഴിവു ദിവസങ്ങളിലാണ് മമ്മൂക്കയുടെ രാജ്യഭരണം. ചിലർക്ക് ഫ്ലാറ്റ് അന്വേഷണം, വലിയമാന്മാരുടെ വീടുകളിൽ കുശലപ്രശ്നം, പഴയ പ്രജകളൊക്കെ നന്നായി കഴിയുന്നു മേൽനോട്ടം. കിട്ടാക്കുറ്റി പിരിപ്പിക്കല്. അക്കാര്യം കണക്കാണ്. പറ്റിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ പോലും 4 പയ്യാരം കേട്ടാ ആരുടെ കടം വാങ്ങിച്ചെങ്കിലും കൊടുക്കും. ഒട്ടുമുക്കാലും അത് കിട്ടാത്ത കുറ്റി തന്നെയാണ് കിടക്കുന്നത്. ഇന്നത്തെ പ്രധാന അജണ്ട രാജന്റെ ജോലിക്കാര്യമാവും. ഗ്രാജുവേറ്റ് ആണോ? മുഴുമിച്ചില്ല. MA-ക്കാരും BA-ക്കാരും കണ്ടക്ടർ പണി പോലും കിട്ടാതെ ഉഴലെയാണ് അത്ര നാട്ടിൽ. ഈ ഡിഗ്രിക്ക് ഇവിടെ വലിയ വിലയൊന്നുമില്ല. 6.5 ക്ലാസിന്റെ ഡിഗ്രിയും കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. മഴക്കാലത്ത് ഏറും ഷർട്ട് ഉണങ്ങില്ല. എന്നെ നാറുന്നു എന്ന് പറഞ്ഞ് മാറിയിരുന്ന ഒരു ചെറുക്കനെ ഞാൻ തല്ലി. സ്കൂൾ മാനേജറുടെ മകനായിരുന്നു ചെക്കൻ. ഹെഡ്മാസ്റ്ററുടെ ഡിസ്മിസൽ, അച്ഛന്റെ വക പുതിരത്തല്ല്. കുട്ടേട്ടൻ ഒരു കഥാപാത്രമാണ്. ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ ഇപ്പൊ എഴുത്തും. ഒരു പ്രേമരോഗി, ഒരു പാട്ടുകാരൻ, എഴുതാത്തൊരു മഹാകവി. ആ, കവി വന്നല്ലോ. എഴുതും, ഇപ്പോഴല്ല. ഇദ്ദേഹം ഭാവിയിലെ ആർക്കെ വാരാപ്പുഴയാണ്. പക്ഷേ ഇപ്പൊ വെറും രാമൻകുട്ടി. ആ, രാജ്യം വിശ്രമിക്കും. മമ്മൂക്ക് എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. उधर बैठो साहब, उधर उधर आज बैठो साहब. अस्सलामु अलैकुम. യെസ് പ്ലീസ്. മൂപ്പര് ഒന്ന് കാണണം. ഇന്ന് ഹോളിഡേ ആണ്. ബിസിയായി എന്തോ എക്സ്ട്രാ വർക്കിന് വന്നതാ. അപ്പോയിന്റ്മെന്റ്സ് ഇല്ല. അതോ അപ്പോയിന്റ്മെന്റ് ഒന്നും വേണ്ട. ഞമ്മക്കൊരു ചെറിയ കച്ചവടം ഉണ്ട്. അതിൽ കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞാ മതി. പേര്? മുഹമ്മദ് കുഞ്ഞി. പക്ഷെങ്കിലും മമ്മുക്കാന്ന് പറയുന്നതാണ് എളുപ്പം. മാഡം, സേ മമ്മുക്ക വെയിറ്റിംഗ് യു ദ മാനേജർ. Sir, somebody here. One Mr. Mamuka. Okay, sir. നേരെ പോയാ മതി, ഇടത്തേ മതി. അറിയാം. ഫോണിൽ കൂടി എല്ലാ കാര്യവും പറയാൻ ഒക്കില്ലല്ലോ. ഇത് അങ്ങനെയുള്ളൊരു കേസാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ബുദ്ധിമുട്ടിക്കൂ. എല്ലാ സ്ഥലത്തും ആളുകളെ പിരിച്ചുവിടുകയാണ്. ഞാൻ തന്നെ എല്ലാം മതിയാക്കി റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ് മമ്മൂക്ക. പോണം. അന്യനാട്ടിൽ എത്ര നാളെന്ന് വെച്ച് കിടക്കുക. ഇനി സാറിന് അതിന്റെ ആവശ്യമില്ല. പോകുന്നതിന് മുമ്പ് നല്ലൊരു കാര്യം കൂടി ചെയ്തിട്ടാകട്ടെ. ഇനി ജോലിക്കാര്യം പറഞ്ഞാൽ എന്റെ അറബാബിന്റെ ലോഹ്യം പോകും. പഠിപ്പുണ്ട്, ചെറുപ്പം, നല്ല സ്വഭാവം, പേരുള്ള തറവാട്ടുകാരൻ. എന്നെ വിശ്വസിച്ച് ഇവിടെ വന്ന് പെട്ടുപോയി. നോക്കട്ടെ, നാളെ രാവിലെ 9 മണിക്ക് എന്നെ ഒന്ന് കാണാൻ പറയൂ. നാളെ വേണ്ട, ബുധനാഴ്ച വരാൻ പറയും. ശ്രമിക്കാമെന്നേ പറയുന്നുള്ളൂ നമുക്ക്, ഉറപ്പില്ല. അത് പറഞ്ഞു കിട്ടിയാൽ മതി. ശ്രമിച്ചാൽ നടക്കാതിരിക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇക്കുറി മാപ്പാക്കണം. ഇനി ജോലിക്കാരും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരികേയില്ല. മമ്മൂക്ക എത്രാമത്തെ തവണയാണ് ഇത് എന്നോട് പറയുന്നത്? നമ്മൾ 4 പേർക്ക് ഗുണം ചെയ്താൽ വയസ്സുകാലത്ത് അത് ആലോചിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് മനസമാധാനം ഉണ്ടാവും. അവസാനത്തെ കണക്കിൽ അത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ സാർ. ശരി. നടന്നോളി.
പണി പണിയെന്ന് വിചാരിച്ച് നടക്കുന്നവർക്ക് മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ. ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് വൈകണ്ട നടക്ക.